നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ ഈ ഭിക്ഷാടന മാഫിയ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ നമ്മുടെ വൈറ്റില ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഒക്കെ നോക്കുവാണെങ്കിൽ ഇവരുണ്ട്. പിന്നെ എടപ്പള്ളി സിഗ്നലിൽ നിൽക്കുവാണെങ്കിലും ഒരു കുട്ടി ഇവരുടെ കയ്യിലുണ്ട്. ഈ ഒരു കുട്ടീനെ അതെ അതെ അത് ചെറിയ കുട്ടികൾ, അതായത് 18 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളുടെ വരെയും കയ്യിൽ കുട്ടികളുണ്ട്. ഇതിപ്പോ ഇവരുടെ കുട്ടികളാണോ എന്താണെന്നൊന്നും പോയതാണോ? അതെ അതെ. ഇതിന്റെ പേരിൽ ഒരുപാട് ന്യൂസ് നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരുപാട് കുട്ടികൾ മിസ്സിംഗ് ആണ്. അപ്പൊ ഇവരൊക്കെ ആണോ? ഇതൊക്കെ എന്നെ അന്വേഷിക്കേണ്ട കാര്യം തന്നെ ആണല്ലേ? അതെ, പല കുട്ടികളുടെയും നോക്കാൻ നേരത്ത് ഫേസിൽ നോക്കാൻ നേരത്ത് ഇവരായിട്ട് യാതൊരുവിധ ബന്ധവും കാണുന്നില്ല. നല്ല ഭംഗിയുള്ള കുട്ടികളും ഇവരായിട്ട് ഒരു സാമ്യമില്ല കുട്ടികൾ. പല കുട്ടികളും ഇവരുടെ കൂടെ നടന്നിട്ട് അതായത് ഒരു അഴുക്ക് പിടിച്ചൊരവസ്ഥയിലാണ് പല കുട്ടികളും. പക്ഷെ ഇവരുമായിട്ടൊരു മുഖസാദൃശ്യവും കാണാൻ സാധിക്കില്ല നമുക്ക്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ കഴുകിയപ്പോ അതിന് കരിയാ വരുന്നത്, കരി വാരി തേച്ച നടത്തിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എടപ്പള്ളിയിലും വൈറ്റിലയിലും ഒക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടികളെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ കുട്ടികളുടെ കാലിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പൊട്ടിയ പാടുകളൊക്കെ. ഇത് വീണ് പൊട്ടിയത് ടൈപ്പ് ഒരു പാടുകളല്ല, ഇതിൽ ഉപദ്രവിക്കുന്നതാവാം. അതെ, അടിച്ചു പൊട്ടിയ ടൈപ്പ്, പൊള്ളലേറ്റ പാടുകള്, ഇതെല്ലാമാണ് ഈ കുട്ടികളുടെ കാലിൽ കാണാൻ പറ്റുന്നത്. ദേഹത്ത് മുഴുവൻ ഓരോ മുറിവുകളാണ് ഇവരുടെയൊക്കെ. പിന്നെ ഈ കൊച്ചു കുട്ടികളുടെ വരെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. ഇനി ഇവരുടെ ഈ ചെറിയ കുട്ടികളുടെ മക്കളാണോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട്. കാരണം കാരണം ആ ഒരു നെറ്റിന്റെ അടിയിലാണ് ഇവർ ഇരിക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റിന്റെ അടിയിൽ ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുവഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ അടിയും ബഹളമായിരിക്കും അവിടെ നടക്കുന്നത്. ആ ഒരു ഫ്ലൈ ഓവറിന്റെ അടിയിൽ നല്ല രീതിയിൽ അടിയും വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കുട്ടികളെ അവർ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനെതിരെയായിട്ട് ആരും തന്നെ പ്രോപ്പറായിട്ട് പ്രതികരിക്കുന്നില്ല. ഈ കുട്ടികൾക്കുള്ള അതിക്രമത്തിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല. ഇപ്പൊ ഈ കുട്ടികളെ കൊണ്ട് ഇവര് ഭിക്ഷാടനം നടത്തിച്ച് ആ പൈസ ഇവരാണ് എടുക്കുന്നത്. ഇതിന്റെ പിറകിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഒത്തിരി കുട്ടികള് റോഡിൽ ഇറങ്ങുമ്പോ ഒത്തിരി കുട്ടികള്, ഞാൻ പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോ ഒത്തിരി കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തേലും വാങ്ങി പേന വിപ്പിക്കും, പേനയാണ് അവരുടെ മെയിൻ. പേന വിൽക്കാൻ വേണ്ടിട്ട് ഇവർ വന്നിങ്ങനെ കെഞ്ചുവാണ്. നമുക്ക് പാവം തോന്നും. പക്ഷെ ഈ കൊടുക്കുന്ന കാശ് ഇവർക്കുള്ളതാണോ അതൊന്നും നമുക്കറിയില്ല. പിന്നെ അങ്ങനെ വരുന്ന കുട്ടികൾക്ക്, ഇപ്പം ഭിക്ഷ ചോദിച്ചു വരുന്ന കുട്ടികൾക്ക് ഞാൻ പൈസ കൊടുക്കാറില്ല. ഞാൻ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു കൊടുക്കും. അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ ഫുഡിന് വേണ്ടിയിട്ടല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ എടപ്പള്ളിയിൽ നടന്നു വരുമായിരുന്നു. ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ എവിടെ പോയിട്ട് ഞാൻ തിരിച്ച് നടന്നു വരുന്ന വഴിക്ക് ഒരു പ്രായമായിട്ടൊരു സ്ത്രീ, മലയാളി അല്ല, നാടോടി സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു, എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു 10 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വിടുന്ന ലക്ഷണമില്ല. പുള്ളിക്കാരി എന്നെ അവിടെ പിടിച്ചു നിർത്തിയേക്കുക. എനിക്ക് ഊണ് കഴിക്കാൻ എനിക്ക് 50 രൂപ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഒരു 10 രൂപ കൊടുത്തു ആദ്യം. പ്രായമായ ഒരാളല്ലേ എന്നൊരു ഇതില് കൺസിഡറേഷനിൽ ഞാൻ 10 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നു അവർക്ക് 10 രൂപ അല്ല, അവർക്ക് 50 രൂപ വേണം. 50 രൂപ അവർക്ക് വേണമെന്ന്, അതായത് ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നാ വരൂ, നമുക്ക് ഒരു ഹോട്ടലിൽ പോവാം, നമുക്ക് ഫുഡ് കഴിക്കാം. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, ഞാൻ അവിടെ കൊണ്ടുപോവാം. അപ്പൊ അവർക്ക് വേണ്ട, പൈസ മതി അവർക്ക്. അപ്പൊ അവർക്ക് നടക്കാൻ വയ്യ, റോഡ് ക്രോസ് ചെയ്യാൻ വയ്യ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഇന്ന് ഇവിടെ നിൽക്ക്, ഞാൻ മേടിച്ചുകൊണ്ട് വരാം. അതും അവർക്ക് പറ്റില്ല, അവർക്ക് ആ പൈസ മതി. പക്ഷെ ഈ ഒരു പൈസ, ഇവർ ഈ ഭിക്ഷാടനം നടത്തി കിട്ടുന്ന പൈസ ഇവർക്കല്ല ശരിക്കും കിട്ടുന്നത്. ഇതിന്റെ പുറകില് വലിയൊരു മാഫിയ തന്നെ ഉണ്ട്. അപ്പോ അവർക്കാണ് ഇവര് കാരണം കൊണ്ട് അവരാണ് നന്നാവുന്നത്. ഈ വലിയൊരു ഭിക്ഷാടക മാഫിയാണ് നന്നാവുന്നത്. ഓരോരുത്തരെ കൊച്ചു കുട്ടികൾക്ക് ഇത് അറിയില്ലല്ലോ. കൊച്ചുകുട്ടികൾ ഇത് ഉദ്ദേശിച്ചാണ് ഇവരെ വിടുന്നത്. പക്ഷെ എന്റെ അടുത്ത് വന്ന ഒരു കുട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു പൈസ എന്റെ ഇല്ല, പൈസ ഞാൻ തരില്ല, നിനക്ക് ഞാൻ ഫുഡ് മേടിച്ചു തരാം, നിനക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഹിന്ദിക്കാരൻ കൊച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എന്നാ ഞാൻ കൊണ്ടുപോകാൻ, മറൈൻ ഡ്രൈവിലായിരുന്നു. ഞാൻ സിലിക്കോണിൽ കൊണ്ടുപോയിട്ട് ഫുഡ് മേടിച്ചു കൊടുക്കാൻ, സമൂസ എല്ലാം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കൊണ്ടുപോയതാ. പക്ഷെ ഇവൻ അപ്പൊ തന്നെ എന്റെ കൈ വിട്ടിട്ട് ഇന്ന് വാന്നും വേണ്ട എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഇവൻ ഈ ആട്ടമാവ് ഉണ്ടല്ലോ, ഗോതമ്പ് മാവും എണ്ണയും ഈ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവൻ മേടിച്ചു. എന്നിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു, ഉരുളക്കിഴങ്ങോ എന്തൊക്കെയോ അവൻ മേടിച്ചു.
അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇവന്റെ അമ്മയോ അനിയത്തിയോ ആരൊക്കെയോ പുറത്തുണ്ട്, അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇവൻ ഇത് വാങ്ങിച്ചത്. ഞാൻ പിന്നെ അവന്റെ സമൂസയും കൂടെ എക്സ്ട്രാ അവൻ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടാ വിട്ടത്. പക്ഷെ കൊച്ചിന് അറിയില്ല, കൊച്ചിന് വിശക്കുന്നു, അത്ര പൈസ കിട്ടിയില്ലെങ്കിൽ അവന് ഫുഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഇതേ സെയിം സിറ്റുവേഷൻ എന്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട്. അവന് ഇതുപോലെ ഫുഡ് മേടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കൊച്ചുങ്ങളെ. പക്ഷെ കൊച്ചിനെ കൊണ്ടുപോയപ്പോ കൊച്ചിന്റെ പിറകെ കുറെ പിള്ളേര് മറ്റേ ഹാപ്പിയിൽ വരില്ലേ, അതുപോലെ കുറെ പിള്ളേർ ഇങ്ങനെ പിറകെ വന്നു അത്ര. അപ്പൊ അങ്ങനെയാണ് പിള്ളേരുടെ മറൈൻ ഡ്രൈവില് ബ്രോഡ്വേയില് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ പോയ സമയത്ത് അവൻ എവിടെയോ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ഇപ്പൊ അവനിപ്പോ വരാമെന്ന് പറഞ്ഞു പോയപ്പോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും, അവനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് ബലൂൺ മേടിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബലൂൺ വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. മോൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് വേണ്ട ബലൂൺ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചെരുപ്പില്ല എന്ന് പറഞ്ഞു. ആൾക്ക് ചെരുപ്പില്ല, ആള് ചെരുപ്പില്ലാണ്ടാ നടക്കുന്നത്. അപ്പൊ പറഞ്ഞു ഓക്കെ ഞാൻ ചെരുപ്പ് മേടിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷെ ആൾക്ക് ചെരുപ്പ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആൾക്ക് ആ ചെരുപ്പല്ല വേണ്ടത്, ആൾക്ക് ഭയങ്കര 2-3 ചെരുപ്പുകൾ വേണം. എന്നിട്ട് എന്നിട്ട് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോവാ, ചെരുപ്പ് മേടിച്ച് തരും എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പോവാണ്. ബിക്കോസ് ട്രെയിൻഡ് ആണ് പിള്ളേര്, പക്ക ട്രെയിൻഡ് ആയിട്ടാണ് പിള്ളേരെ വളർത്തിയേക്കുന്നത്. എന്നിട്ട് ഈ കുട്ടി എന്റെ കൂടെ വന്നപ്പോ ഈ കുട്ടിയുടെ അമ്മ പെട്ടെന്ന് എന്റെ അടുത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ചിറങ്ങുമ്പോ പിന്നെയും വന്നിട്ട് ഈ കുട്ടി എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ, അതായത് ഇവൻ എന്റെ വണ്ടിയും കൊണ്ട് പോയേക്കുമായിരുന്നു. തിരിച്ചെന്റെ ഫ്രണ്ട് വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കയറിയ സമയത്ത് ഈ കുട്ടി എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവരെ ത്രട്ടൻ ചെയ്യുവാണ്, അവര് നമ്മളെ ഭീഷണിപ്പെടുത്തുക, കുട്ടി നമ്മളെ ഭീഷണിപ്പെടുത്തുക. എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്കിത് കിട്ടിയാലേ ഞാൻ പോവുള്ളൂ എന്നും പറഞ്ഞിട്ട് കുട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവസാനം എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ടു. രാത്രി സമയമാണത്, കാരണം നമുക്ക് ഒന്നും പരിചയമില്ലാതിരിക്കുകയല്ല, വേറെ ആൾക്കാര് വെറുതെ തെറ്റിദ്ധരിക്കും, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ട്. അപ്പോ ഞാനും ഒരു ബോയും കൂടിയാണ്, അപ്പൊ എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്നേ എന്നൊക്കെ ഓർത്തിട്ട് രാത്രികാലമാണ്, മറൈൻ ഡ്രൈവ് പോലുള്ള ഒരു സ്ഥലം. അപ്പോ ഇതെല്ലാം ഒരു ടെൻഷനിലേ ആയിരുന്നു. അപ്പോ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടാണ് നമ്മൾ അവിടുന്ന് ഊരിപ്പോകുന്നത്. പല കുട്ടികളും ഇങ്ങനെയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ അല്ല തിരുവനന്തപുരത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ വന്ന് പോയില്ല, ഇങ്ങനെ നിൽക്കും. നമ്മളെ കൊച്ചുങ്ങൾ കാണിക്കുന്ന നമുക്ക് ഒന്നും പറയാൻ തോന്നില്ല. കുട്ടികൾ ഇങ്ങനെ ചേച്ചി വാങ്ങുന്നുണ്ടെങ്കിൽ പോവില്ല, കാലിങ്ങനെ തൂങ്ങി നിക്കണം. എന്നാലും ഞാൻ ഇല്ലാത്തൊരു സമയമാണെങ്കിൽ പോലും നമുക്കൊന്നും പറയാൻ തോന്നില്ല. കുഞ്ഞുങ്ങളല്ലേ, അവരവരുടെ മാക്സിമം വാശി പിടിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്ത് വളർത്തേക്കും. അതുപോലെ തന്നെ ഈ സിഗ്നലിൽ നിൽക്കാൻ നേരത്തെ കൈ തൊഴുത കുട്ടികൾ നിൽക്കുന്നത് നമ്മുടെ അടുത്ത്, അത് കാണുമ്പോ ഓഫ്കോഴ്സ് നമുക്കൊരു മനസ്സലിവ് വരും. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വെയിലത്താണ്, നമുക്ക് തന്നെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വെയിലത്ത്, ചിലപ്പോ ഒരു 3-4 വയസ്സുള്ള കൊച്ചുങ്ങളെ ഈ വെയിലത്ത് ഈ റോട്ടിലൂടെ നടത്തുന്നത്, നമ്മുടെ മുമ്പിൽ കൈയും കൂപ്പിയാ ഇവര് നിൽക്കുന്നത്. അപ്പോ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അതെ, പക്ഷെ മാക്സിമം കൊടുക്കാതിരിക്കുക ആരും, കാരണം ഇവരെ എന്റർടൈൻ ചെയ്യാതിരിക്കുക. ഇവരെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നോണ്ട്, നമ്മൾ ഈ പൈസ കൊടുക്കുന്നോണ്ട് എല്ലാവർക്കും ദയയും ദാക്ഷിണ്യം ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഒരു മനസ്സലിവ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യാണ്. പൈസ ഫുഡും വെള്ളം മേടിച്ച് കൊടുക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. പക്ഷെ ഇതിന് പിറകിൽ വലിയൊരു മാഫിയ ഉണ്ട്, പൈസ കൊടുക്കാതിരിക്കുക. അതെ, നല്ലൊരു എന്താ പറയാ, ഒരു അന്വേഷണം വെക്കുന്നതും നല്ലതായിരിക്കും. അതെ, ഇവര് ആക്ച്വലി ഇവിടുന്ന് മാറ്റുക, ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലും ഒക്കെ ഇവര് മാറ്റുക. കാരണം വലിയ വലിയ ക്രൂര പീഡനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കെതിരെ ആയിട്ടും, ആക്ച്വലി ലൈംഗിക ചൂഷണം വരെ ഈ പെൺകുട്ടികൾക്കെതിരെ അവിടെ നടക്കുന്നുണ്ട്. ഓരോ നെറ്റിന്റെ മറവില് 1 മണി 2 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് കാണുന്നില്ല. ഇതുപോലെ കുറെ ഇൻസിഡൻസ് അതിനകത്ത് നടക്കുന്നുണ്ട്. സോ മാക്സിമം ആ ഒരു ഇത് നിങ്ങൾ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുക, പൈസ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും കുട്ടികൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക, അതിനപ്പുറം പൈസ കൊടുക്കാതിരിക്കുക, ഒന്നും മേടിക്കാതിരിക്കുക അവരുടെ കയ്യിൽ നിന്ന്. അത്രേ ഉള്ളൂ. അതെ, എല്ലാത്തിനോടും സൂക്ഷിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു.